അനുമോളോടുള്ള പ്രണയത്തിനെക്കുറിച്ച് ലാലേട്ടൻ കുറേ കാര്യങ്ങൾ അനീഷിനോട് ചോദിച്ചു. ആദ്യം ചോദിച്ചത് അനീഷ് ഇത് ഫ്രാങ്കാണോ അനീഷ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അനീഷ് പറഞ്ഞു ഇല്ല ലാലേട്ടാ, എനിക്ക് അനുമോളോട് ഒരു പ്രത്യേക ഫീല് തോന്നി, അപ്പോൾ അത് ഞാൻ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞപ്പം എല്ലാ കണ്ടസ്റ്റൻസും കൈയടിച്ചിട്ട് അക്ബറൊക്കെ പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പം നിവിൻ പറയണേ ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ പറഞ്ഞു ഒരു കാര്യം നമുക്ക് തോന്നി, അതൊരാളോട് തുറന്നു പറയുന്നതിന് എന്താ തെറ്റ്. അപ്പം ലാലേട്ടൻ പറഞ്ഞ് പ്രേമം എങ്ങനെയാണെന്നറിയോ, എൻ്റെ പ്രണയം നിനക്ക് നിഷേധിക്കാൻ പറ്റില്ലെന്നാണ്. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ നിഷേധിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നാണ്. അപ്പം ലാലേട്ടൻ ഉടനെ ചോദിക്കുന്നു അനുമോളോട് അനീഷിന് സ്നേഹമാണോ, അനുകമ്പയാണോ, പ്രേമമാണോ, പ്രണയമാണോ, എന്താണ് അങ്ങയുടെ മനസ്സിലെന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു ഇതെല്ലാം കൂടിയുള്ള ഒരു വികാരമാണ് എനിക്ക് തോന്നിയതെന്ന് പറയുന്നു. അപ്പം ലാലേട്ടൻ പറയുന്നു അപ്പോൾ അതാണല്ലേ ചപ്പാത്തി മാറ്റി വെക്കുന്നത്, അനുമോളുടെ കാര്യം ശ്രദ്ധിക്കുന്നു. ലാലേട്ടൻ പറയും അത് നല്ലതാണ്, നമ്മുടെ കൂടെയുള്ള ഒരാളെ പരിഗണിക്കുക, അവരെ കെയർ ചെയ്യുക, അതൊക്കെ ഒരു നല്ല കാര്യമാണെന്ന് പറയുന്നു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്ന അനീഷ് ആദ്യം അലിഞ്ഞത് എങ്ങനെയാണ് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. പറഞ്ഞാൽ അത് ലാലേട്ടാ ഞങ്ങൾ തമ്മിൽ അടുത്തടുത്താണ് കിടക്കുന്നത്. അപ്പോൾ അനുമോൾ അടുത്തടുത്തല്ല, രണ്ട് ബെഡിലാണ്, നേരെ നേരെയാണെന്ന് പറയുന്ന അനുമോൾ. അപ്പം അത് പിന്നെ എങ്ങനെയാണ് അനീഷ് പറയണത് ലാലേട്ടനോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ലാലേട്ടൻ പറയണ ഒരു മറുപടി കിട്ടാഞ്ഞപ്പം കുറച്ച് ദേഷ്യത്തോടെ എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടാൻ പാടില്ല അനീഷ്. നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് ചോദിക്കുമ്പം അവർക്ക് പല കാര്യങ്ങൾ ആലോചിക്കണം, പലരോട് ആലോചിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് അതിനൊരു മറുപടി യെസ്സോ നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് അവർക്ക് സമയം കൊടുക്കണം കേട്ടോ അനീഷ് എന്ന് പറയുന്നത്. അനീഷ് എനിക്ക് പ്രണയമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, അവർക്ക് ഒരുപാട് കാര്യം ആലോചിക്കും. അപ്പം ലാലേട്ടൻ ഒരു തമാശ പറയുന്നുണ്ട്, നമ്മളോട് ആരും ഇതുവരെ അങ്ങനൊന്നും ഇഷ്ടമാണെന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ മത്സരാർത്ഥികളെല്ലാം കൂടെ കൂവുന്നുണ്ട്, ചിരിച്ച് കൂവുന്നുണ്ട്, ലാലേട്ടനെയും ചിരിക്കുന്നുണ്ട്. അതാണ് ഇന്നലെ നടന്നത്.